എല്ലാവരും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു മൈൻഡാണ് മിക്കവാറും പേർക്ക്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ടൊക്കെ കോളേജുകളിൽ റാഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടും ഡാൻസൊക്കെ കളിക്കാൻ പറയുന്നതാണ്. പക്ഷെ അതിപ്പം ഭയങ്കര ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അതെന്താണ്, അതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? കുട്ടികളുടെയും കൗമാരക്കാരുടെയും കാര്യം പറയുമ്പോഴേക്കും നമ്മൾ മുമ്പ് പറഞ്ഞ ബ്രെയിനിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ നമ്മുടെ ഫ്രോണ്ടൽ ലോബാണ് നമ്മുടെ ഈ ഭാഗമായിട്ട് വരും. ഫ്രോണ്ടൽ ലോബാണ് നമ്മുടെ ചിന്തകളെയും ആലോചനകളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗം, ബ്രെയിനിന്റെ ഒരു ഭാഗം. ഈ ഫ്രോണ്ടൽ ലോബിന്റെ വളർച്ച, അതിന്റെ വികാസം ഏകദേശം പരിപൂർണമാകുന്നത് ഒരാളിന്റെ 20കളുടെ മധ്യത്തിലാണ്. അപ്പോ ഈ 20കളുടെ താഴെ നിൽക്കുന്ന 20 വയസ്സിന്റെ താഴെ നിൽക്കുന്ന കുട്ടികളിൽ, അതാരുമായിക്കോട്ടെ, സ്കൂൾ കുട്ടിയാവട്ടെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനാവട്ടെ, അവരാരാണെങ്കിൽ തന്നെയും അവരുടെ ബ്രെയിൻ വികാസം നടക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് പലതരത്തിലുള്ള കറക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരുന്നുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളിൽ ഇങ്ങനെ കാണുന്നതെന്നുള്ളതിന്റെ ഒരു അവസാന വാക്കോ അല്ലെങ്കിൽ ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ അക്രമത്തെ നമുക്ക് 3 തരത്തിൽ തിരിക്കാൻ പറ്റും പഠനങ്ങൾ വെച്ചിട്ട്. ഒന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള അക്രമമാണ്, വേറൊന്ന് സ്ട്രക്ചറൽ ഘടനാപരമായിട്ടുള്ള അക്രമമാണ്, മറ്റൊന്ന് കൾച്ചറൽ ആയിട്ടുള്ള ആക്രമണമാണ്.